സർജറിയിലായിരുന്നു. അപ്പോൾ ഞാൻ 6th month ഒക്കെ ആയപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സിൻസിയർ ഡോക്ടറെ അടുത്തേക്ക് തന്നെ ഞാൻ വരാമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മുടെ ഡെലിവറി കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടും നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് എല്ലാ അഡ്വൈസുകളും ഡോക്ടർ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും 6th month തുടങ്ങി യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ലേബർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അത്ഭുതമാണ്. ഞാനിങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഇങ്ങനെ ത്രൂ ഔട്ട് ഡെലിവറി ഞാനിങ്ങനെ ലേബർ പെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ കോൺട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ അന്നത്തെ ദിവസം കരഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഒട്ടും ബഹളമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചും കൂടി കൺട്രോൾഡ് ആയിരുന്നു. എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഒരു കോൺട്രാക്ഷൻസ് വരുന്ന സമയത്ത് ശരിക്കും ഡീപ് ബ്രീത്ത് എടുക്കാനും ഞാൻ കുറച്ചുകൂടി കോൺഷ്യസ് ആയിരുന്നു അങ്ങനെ ചെയ്യണമെന്നും. അതുപോലെ എനിക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഞാൻ ലാസ്റ്റ് ഒരു 6 month തുടങ്ങി ഈ യോഗയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എക്സസൈസുകൾ ആണെന്നുണ്ടെങ്കിലും ഈ മെഡിറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് ആവും. നമുക്ക് ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ത്രൂ ഔട്ട് ഡെവലപ്പ് ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞ് ഡെലിവറിക്ക് ശേഷമാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൺട്രോൾ, അതായത് എല്ലായ്പ്പോഴും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നല്ല, എന്നാലും കുറച്ചും കൂടി കൺട്രോൾഡ് ആക്കാനായിട്ട് നമുക്ക് പറ്റും തോന്നുന്നു. ഒരു കോൺഫിഡൻസ് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും തോന്നുന്നു.